അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം നമുക്ക്. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായവ ഏതെല്ലാമാണെന്ന് കണ്ടെത്തണം. ഒന്നാമത്തെ പദം ശരിയാണോ? അടിമത്തം ശരിയാണോ? ശരിയാണ് അല്ലെ, അടിമത്തം ശരിയാണ്. ഐശ്ചികം ശരിയാണോ? ശരിയല്ല. ഐശ്ചികം എന്ന് പറയുന്നത് തെറ്റായ പദമാണ്. എങ്ങനെയാണത് ശരിയാക്കി എഴുതുക? ഐച്ഛികം എന്നാണ് ശരിയാക്കി എഴുതുന്നത്. ഐച്ഛികമാണ് കേട്ടോ. എന്താണ് ഐച്ഛികം എന്ന് പറഞ്ഞാൽ? എന്താണ് ഐച്ഛിക വിഷയം എന്നൊക്കെ കേട്ടിട്ടില്ല? എന്താണ്? ഓപ്ഷണൽ സബ്ജക്റ്റ്, ഓപ്ഷണൽ. അതായത് ഐച്ഛികം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കുന്നത് എന്നാണ് അർത്ഥം വരുന്നത്. അതുകൊണ്ടാണ് ഓപ്ഷണൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന വിഷയം, ഓപ്ഷണൽ സബ്ജക്റ്റ്. അപ്പം അത് തെറ്റാണ്. ഇനി അടുത്ത പദം ശരിയാണോ? ആജാനബാഹു ശരിയാണോ? അതും ശരിയല്ല. ആജാനബാഹു അല്ല, ആജാനുബാഹു ആണ് കേട്ടോ. ജാനു എന്ന് വേണമായിരുന്നു. ആജാനുബാഹു ആണ്. എന്താണ് ആജാനുബാഹു എന്ന് പറഞ്ഞാൽ? എന്താണ്? കൈയിൻ്റെ വിരലുകൾ കാൽമുട്ട് വരെ എത്തുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആജാനുബാഹു എന്ന് പറയുന്നത്. വീരൻ എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണത് ഉപയോഗിക്കുന്നത്. ജാനു എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽമുട്ട് എന്നാണ് അർത്ഥം വരുന്നത്. ബാഹു എന്ന് പറഞ്ഞാൽ എന്താണ്? കയ്യ. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പം അതും എന്താണ്? തെറ്റായ പദമാണ്. അപ്പം അത് ശ്രദ്ധിക്കണം. ആജാനുബാഹുവാണ്. ആ എന്നും വേണം, ജാനു എന്നും വേണം, എങ്കിലത് ശരിയാവത്തുള്ളൂ. ഓക്കെ, അപ്പം അതും തെറ്റാണ്. അപ്പം ഇവിടെ ശരിയായത് ഏത് മാത്രമേ ഉള്ളൂ? ഒന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഉത്തരം എന്താണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ പ്രയോഗം ഏതാണ്? അധ്യാപകൻ പഠിക്കാത്തതിന് കുട്ടിയെ ശകാരിച്ചു. അധ്യാപകൻ പഠിക്കാത്തതിന് എന്തിനെ കുട്ടിയെ ശകാരിക്കണം? അത് തെറ്റല്ലേ? പഠിക്കാത്തതിന് അധ്യാപകൻ കുട്ടിയെ ശകാരിച്ചു. സി നോക്കുക, പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ മികച്ച മലയാള വിവർത്തനം ഏതാണെന്ന് കണ്ടെത്തണം. ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷ്യൻ. നമുക്കറിയാവുന്ന സംഭവമാണ്. എന്താണ്? പല തുള്ളി പെരുവെള്ളം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. താഴെ പറയുന്നവയിൽ പർവ്വതത്തിന് പര്യായ പദം അല്ലാത്തത് ഏതാണെന്ന് കണ്ടെത്തണം. ഗിരി എന്ന് പറയുന്നത് പർവ്വതത്തിന്റെ പര്യായ പദമല്ലേ? നഖം അല്ലേ? ശൈലം, ശൈലവും എന്താണ്? പർവ്വതത്തിന് പര്യായമാണ്. അപ്പം ചലമാണ് പർവ്വതത്തിന് പര്യായപദം അല്ലാത്തത്. അപ്പം പർവ്വതത്തിൻ്റെ പര്യായപദങ്ങൾ നമുക്കൊന്ന് നോക്കാം. അജലം, അജലമാണ് പർവ്വതത്തിൻ്റെ പര്യായപദം, അല്ലാതെ ചലമല്ല കേട്ടോ. അതാണ് കൺഫ്യൂസിംഗ് ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. അജലം, ഗിരി, നഖം, ശൈലം, അദ്രി, ഇതൊക്കെ എന്താണ്? പർവ്വതത്തിൻ്റെ പര്യായപദങ്ങളാണ്. ഓക്കെ, ഓർത്തിരിക്കുക. പർവ്വതത്തിൻ്റെ പര്യായപദങ്ങൾ എന്തൊക്കെയാണ്? അജലം, അദ്രി, ഗിരി, നഖം, ശൈലം. അടുത്തത്, ജംഗമം എന്ന പദത്തിന്റെ വിപരീത പദം എന്താണ്? സ്ഥാവരം അല്ലെ? സ്ഥാവരം. സ്ഥാവരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിടത്തു നിന്ന് മാറാതെ അവിടെ തന്നെ നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ഥാവരം എന്ന് പറയുന്നത്. അപ്പം അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ജംഗമം. അടുത്തത്, കർഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എന്താണ്? കർഷകയാണ് കേട്ടോ. കർഷക, കർഷകയാണ് അതിന്റെ സ്ത്രീലിംഗമായിട്ട് വരുന്നത്. അടുത്തത്, കയ്യാടിയെങ്കിലേ വായാടു എന്ന ശൈലി ദ്യോതിപ്പിക്കുന്ന അർത്ഥം എന്താണ്? കൈയും വായും ഒരുമിച്ച് പ്രവർത്തിക്കണം അല്ല, പ്രവൃത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴിയുണ്ടാകും. അതാണ് കയ്യാടിയെങ്കിലേ വായാടു എന്ന് പറയുന്നത്. കൈകൊണ്ട് പണിയെടുത്താലേ വായിലോട്ട് വല്ലതും പോകത്തുള്ളെന്ന്. വിണ്ടലം എന്ന പദത്തിനെ പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? വിൺ അധികം തലം. കഞ്ചത്തോട്, കഞ്ചത്തോട് നേരായ മിഴിയുള്ളവൾ എന്നതിൻ്റെ ശരിയായ സമാസം എന്താണ്? കഞ്ചനേർ മിഴി എന്നാണ് കേട്ടോ. കഞ്ചനേർ മിഴി എന്നാണ് ശരിയായ പദമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്നതിൽ സമാന പദം അല്ലാത്തത് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അങ്ങാടി, അങ്ങാടി മാർക്കറ്റ്. കമ്പോളം ശരിയാണ്. പണകവും എന്ത് തന്നെയാണ്? അത് തന്നെയാണ്. പക്ഷെ തെരുവ് എന്തല്ല? മാർക്കറ്റ് അല്ലല്ലോ. ഒരു മാർക്കറ്റിനെ നമ്മൾ തെരുവ് എന്ന് പറയില്ലല്ലോ. അങ്ങാടി, കമ്പോളം എന്നൊക്കെയേ പറയത്തുള്ളൂ. അപ്പം ഇതിൽ സമാനമല്ലാത്ത പദം ഏതാണ്? തെരുവാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. സമാനമല്ലാത്ത പദം ഏതാണ്? ഓപ്ഷൻ ഡി, തെരുവാണ്. ബാക്കിയെല്ലാം അങ്ങാടി എന്നതിൻ്റെ സമാന പദങ്ങളാണ്. തെരുവ് എന്താണ്? അങ്ങാടി അല്ല.